സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വളരെ വിവാദമായ ഒരു പ്രസ്താവന ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി നടത്തിയത് നമുക്കെല്ലാവർക്കും അറിയാം. ഈ മമതയ്ക്ക് സ്ത്രീകളോട് യാതൊരു മമതയുമില്ല എന്ന് തെളിയിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ ഒരു പ്രസ്താവനയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഇതിന് മുമ്പും മമത അത്തരം കാര്യങ്ങൾ യാതൊരു ഉളുപ്പുമില്ലാതെ ഒരു മടിയുമില്ലാതെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഇപ്പോൾ ഈ ദുർഗാപൂരിൽ ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ഉണ്ട്. ആ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, ഒരു വിദ്യാർത്ഥിനി, ഡോക്ടറാകാൻ MBBS പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി അവിടെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാനഭംഗത്തിന് ഇരയായി. രാത്രി 12:30 മണിക്ക് ശേഷം ആ കുട്ടി പുറത്ത് എന്തോ ഒരു ആവശ്യത്തിന് ഇറങ്ങി. ആ കോളേജ് ഇരിക്കുന്ന, ഈ കോളേജ് സ്ഥിതി ചെയ്യുന്ന ആ വസ്തുവിൻ്റെ അതിന് സമീപത്ത് വെച്ച് തന്നെയാണ് ഈ സംഭവം നടന്നത്. തുടർന്നത് കേസായി, അത് വലിയ വിവാദമായി. മമതയുടെ ഭരണത്തിന് കീഴിൽ സ്ത്രീകൾക്ക് രക്ഷയില്ല, അവർ നിരന്തരം വേട്ടയാടപ്പെടുന്നു, പീഡിപ്പിക്കപ്പെടുന്നു എന്ന ആക്ഷേപം വളരെ ശക്തമായി ബംഗാളിൽ ഉയർന്നു. നമുക്കറിയാം, അവിടെ മുഖ്യ പ്രതിപക്ഷം BJP ആണ്. അതുപോലെ കോൺഗ്രസും LDF ഇടതുപക്ഷവും അവിടെ മൃതപ്രായരായിട്ട് കഴിയുന്ന അവസ്ഥയാണ്. രണ്ടുപേർക്കും അവിടെ ഇപ്പോൾ ഒരു സ്വാധീനവും ഇല്ല. മമതയുടെ ഏറ്റവും വലിയ എതിരാളി BJP ആണ്. BJPയുടെ ഏറ്റവും വലിയ എതിരാളി, അത് ബംഗാളിലായാലും ശരി കേന്ദ്രത്തിലായാലും ശരി, BJPക്കെതിരെ ആഞ്ഞടിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കാത്ത ഒരു നേതാവാണ്, പ്രതിപക്ഷ നേതാവ് കൂടിയാണ്, അല്ലെങ്കിൽ പ്രതിപക്ഷ മുന്നണിയിലെ ഒരു നേതാവ് കൂടിയാണ് മമത. അതുകൊണ്ട് തന്നെ ഈ വിഷയം BJP, ദുർഗാപൂരിലെ പീഡനം BJP അവിടെ വളരെ ശക്തമായി ഉയർത്തി. തുടർന്നാണ് മമത വളരെ വിവാദപരമായ ഈ പ്രസ്താവനയുമായിട്ട് രംഗത്ത് വന്നത്. രാത്രി 12:30 അർദ്ധരാത്രി 12:30 മണിക്ക് ശേഷം ഈ കുട്ടി എന്തിനു പുറത്തിറങ്ങി എന്നാണ് മമത ചോദിച്ചത്. അതായത്, നിങ്ങൾ പീഡിപ്പിക്കപ്പെടും എന്നറിയില്ലേ? ഈ അർദ്ധരാത്രിയിൽ ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ പാടുണ്ടോ? അങ്ങനെ പുറത്തിറങ്ങിയാൽ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടും എന്ന് നിങ്ങൾക്ക് അറിയില്ലേ എന്നാണ് മമതയുടെ ചോദ്യം. അതുമാത്രമല്ല, ഒരു പടി കൂടെ കടന്ന് ഈ കോളേജ് അധികൃതരെയും അതിരൂക്ഷമായ ഭാഷയിൽ മമത കുറ്റപ്പെടുത്തി. ഈ കോളേജ് അധികൃതർക്ക് ഈ കുട്ടി, അവിടെ പഠിക്കുന്ന കുട്ടികളുടെ സുരക്ഷാ വിഷയത്തെക്കുറിച്ച് ബോധമില്ലേ? അവർക്ക് ഈ കുട്ടികളുടെ സുരക്ഷ, അതിന് പ്രാധാന്യം അവർ നൽകുന്നില്ലേ എന്നാണ് മമത ചോദിച്ചത്. ഈ കുട്ടികളെ എന്തിനാണ് രാത്രിയിൽ ഇങ്ങനെ നിലാവത്ത് കോഴി ഉലാത്തുന്നത് പോലെ ഇങ്ങനെ രാത്രിയിൽ അഴിച്ചു പുറത്തേക്ക് വിടുന്നത് എന്നൊക്കെ അതിരൂക്ഷമായ ഭാഷയിലാണ് മമത കോളേജ് അധികൃതരെയും ഇക്കാര്യത്തിൽ വിമർശിച്ചത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. മമത 2012 പാർക്ക് സ്ട്രീറ്റ് റേപ്പ് കേസിൽ ഇതുപോലെ വളരെ നിരുത്തരവാദപരമായ ഒരു പ്രസ്താവന നടത്തി. ആ കേസ് ഫാബ്രിക്കേറ്റഡ് ആണ് എന്നാണ് മമത അന്ന് പറഞ്ഞത്. പീഡനത്തിനിരയായ ഒരു കുട്ടി താൻ പീഡനത്തിനിരയായി, മാനഭംഗം ചെയ്യപ്പെട്ടു, ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് മനഃപൂർവ്വം പറയുകയാണ് എന്നാണ് മമത അന്ന് പറഞ്ഞത്. ഇതിനെല്ലാം ഒരു കാരണമുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. തുടർന്ന് 2012 തന്നെ മറ്റൊരു വിദ്യാർത്ഥി, അത് ഒരു ആൺകുട്ടിയാണ്, അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവനെ മാവോയിസ്റ്റായിട്ട് മുദ്രകുത്താനായിരുന്നു മമതയുടെ ശ്രമം. അതുപോലെ 2022 ഹാൻഷ്ഖാലി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 14-കാരി പീഡനത്തിനിരയായി കൊല്ലപ്പെട്ടു. അന്ന് മമത പറഞ്ഞത് അത് പ്രണയം മൂത്ത് സംഭവിച്ചു പോയതാണ് എന്നാണ്. അതായത്, ഒരു 14-കാരി പെൺകുട്ടിയെ മാനഭംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവം പെൺകുട്ടിയുടെ പ്രണയത്തിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചത്. ശരിക്കും അത് അടിവരയിട്ട് നമ്മൾ പറയേണ്ടതാണ്. അതിൻ്റെ അർത്ഥം മറ്റൊന്നാണ്. അതായത്, പെൺകുട്ടിക്ക് അമിതമായ ആവേശം ഈ കാര്യത്തിൽ ലൈംഗികതയോടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിന് ഒരു സംതൃപ്തി കണ്ടെത്താൻ ശ്രമിച്ചപ്പോൾ അവൾ കൊല്ലപ്പെടുകയായിരുന്നു എന്നാണ് സത്യത്തിൽ അതിൻ്റെ അർത്ഥം. അത്ര വളരെ മോശമായിട്ടാണ് മമതാ ബാനർജി ആ വിഷയത്തെ അന്ന് കൈകാര്യം ചെയ്തത്. അന്നവർ മുഖ്യമന്ത്രിയാണ്, അത് നമ്മൾ അറിയണം, ആലോചിക്കണം.
ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഇത്തരം സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നിരന്തരം വളരെ വിവാദപരമായ പ്രസ്താവനകൾ നടത്തുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അതുപോലെ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് ഈ RG കർ മെഡിക്കൽ കോളേജിലെ സംഭവം. കൽക്കട്ട നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മെഡിക്കൽ കോളേജാണ്. അവിടെയാണ് ഒരു പെൺകുട്ടി അതിക്രൂരമായ മാനഭംഗത്തിനിരയായത്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അന്നും മമത എന്തൊക്കെ പറഞ്ഞു ആ വിഷയത്തിൽ എന്നുള്ളത് നമുക്കറിയാം. പെൺകുട്ടികൾ സ്വയം സൂക്ഷിക്കേണ്ടവരാണ്. അവർ ഈ അർദ്ധരാത്രിയിൽ പുറത്തിറങ്ങുമ്പോൾ അവർ ആലോചിക്കണം, തങ്ങൾ പീഡിപ്പിക്കപ്പെടും, അതിനുള്ള സാധ്യതയുണ്ട്. പിന്നെ എന്തിനാണ് ഇങ്ങനൊരു മുഖ്യമന്ത്രി അവിടെ ഭരിക്കുന്നത്? ആഭ്യന്തരം നിങ്ങളുടെ കയ്യിലല്ലേ ഇരിക്കുന്നത്? അവിടെ എന്തിനാണ് പോലീസിന് ലാത്തിയും തോക്കുമൊക്കെ കൊടുത്ത് ഈ പോലീസിനെ ഇങ്ങനെ ബംഗാളിലെ ക്രമസമാധാന നില പരിപാലിക്കാൻ വേണ്ടിയിട്ട്, ക്രമസമാധാനം പരിപാലിക്കാൻ വേണ്ടിയിട്ട് ഇത്രയേറെ പണം ചെലവാക്കി ബംഗാൾ പോലീസിനെ എന്തിനാണ് നിയോഗിച്ചിരിക്കുന്നത്? ഈ ചോദ്യത്തിനൊന്നും മമതയ്ക്ക് ഉത്തരമില്ല. ഈ പെൺകുട്ടികളുടെ, അതായത് പീഡനത്തിനിരയാകുന്ന പെൺകുട്ടികളുടെ മാതാപിതാക്കളെയും അവർ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ഉത്തരവാദപ്പെട്ടവരെയും പ്രതിസ്ഥാനത്ത് നിർത്താനാണ് മമത എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുള്ളത്. മമതയ്ക്ക് അക്കാര്യത്തിൽ യാതൊരു മടിയുമില്ല. ഈ പറഞ്ഞ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടതിന് കാരണം രാത്രി അവൾ പുറത്തു പോയതാണ്, ആ പുറത്തു പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് കോളേജ് അധികൃതരാണ് അല്ലെങ്കിൽ മാതാപിതാക്കളാണ് എന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ പറയുകയാണ് മമത. ഇതിൻ്റെ എല്ലാം പുറകിൽ തൃണമൂൽ കോൺഗ്രസ്സിലെ ഗുണ്ടകളാണ്. വളരെ കൃത്യമായിട്ട് അവിടെ CPM നശിച്ചപ്പോൾ, CPM ജീർണിച്ചില്ലാതായപ്പോൾ, CPMന് വേണ്ടി അവിടെ വലിയ തോതിൽ ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിരുന്ന, ഗുണ്ടാപ്പണി ചെയ്തിരുന്ന, കൊട്ടേഷൻ വർക്ക് ചെയ്തിരുന്നവരെല്ലാം നേരെ വന്ന് താവളമടിച്ചത് മമതയുടെ കൂടാരത്തിലാണ്. തൃണമൂൽ കോൺഗ്രസിൻ്റെ തണലിലാണ് അവർ അഭയം തേടിയത്. അങ്ങനെ തണലിൽ അഭയം ചോദിച്ചു വന്നവരെ മമത ഒപ്പം നിർത്തി. എന്നിട്ട് അവരെ ഉപയോഗിച്ച് ഈ ഇടതുപക്ഷത്തെ തന്നെ പരമാവധി ഉപദ്രവിച്ചു. നമുക്കറിയാം, ഈ ഇടതുപക്ഷ നേതാക്കൾ പലരും ജീവഹാനി ഭയന്ന് ഒടുവിൽ BJP ഓഫീസിൽ അഭയം തേടുന്ന കാഴ്ച പോലും നമ്മൾ കണ്ടു. പല ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ CPIMൻ്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസുകളും പിന്നീട് BJP ഓഫീസായി പരിണമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ബംഗാളിൽ. കാരണം വേറെ നിവൃത്തിയില്ല. അതിഭീകരമായിട്ടാണ് മമതയുടെ ഗുണ്ടകൾ, പണ്ട് CPMൻ്റെ ഗുണ്ടകളായിരുന്നവർ പിന്നീട് ഈ മതം മാറി പുതിയ മതം സ്വീകരിച്ചതുപോലെ പുതിയ രാഷ്ട്രീയ പാർട്ടിയിൽ ചേക്കേറി തങ്ങളുടെ പഴയ രാഷ്ട്രീയ പാർട്ടിയെയും അതിൻ്റെ നേതാക്കളെയും ഒക്കെ തെരഞ്ഞു പിടിച്ച് ആക്രമിച്ചു കൊണ്ടിരുന്നത്. ആ ഗുണ്ടകളാണ് ഇപ്പോൾ അവിടെ CPM നിലംപരിശായപ്പോൾ തങ്ങൾക്കെതിരിടാൻ BJPയുടെ അടുത്ത് അടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അടിച്ചാൽ BJP തിരിച്ചടിക്കും. കേന്ദ്രഭരണവും കൂടി ഉള്ളതുകൊണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം അക്കാര്യത്തിൽ ഒരു മടിയുമില്ല. അവരുടെ മേല് നിന്നാൽ അവർ തിരിച്ചു കൊടുക്കും. അതുകൊണ്ട് BJPയുടെ അടുത്ത് അധികം മുട്ടാൻ പോകാൻ പറ്റില്ല. BJP ദുർബലമായിരിക്കുന്ന സ്ഥലത്ത്, പ്രത്യേകിച്ചും ഈ മുസ്ലിം പോക്കറ്റുകളിൽ, മുസ്ലിങ്ങൾ കൂടുതലായി തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ തൃണമൂലുകാർ കുഴപ്പമുണ്ടാക്കിയിട്ട് പലപ്പോഴും അത് മുസ്ലിങ്ങളുടെ തലയ്ക്ക് വെക്കുകയും ചെയ്യും. BJPയെ ആക്രമിച്ചിട്ട് BJPക്കാരെ ഉപദ്രവിച്ചിട്ട് അത് നിരപരാധികളായ മുസ്ലിങ്ങളുടെ തലയ്ക്ക് വെച്ച സംഭവങ്ങൾ പോലും ബംഗാളിലുണ്ട്. എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന മമതയുടെ ഈ തൃണമൂൽ ഗുണ്ടകളാണ് ഈ പല റേപ്പ് കേസുകളിലെയും പ്രതികൾ. ഇവരെ മമതയ്ക്ക് സംരക്ഷിക്കാതിരിക്കാൻ കഴിയില്ല, അവരെ പോറ്റാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ കുറ്റം, മാനഭംഗത്തിനിരയാകുന്ന, ബലാത്സംഗത്തിനും പീഡനത്തിനും ഇരയാകുന്ന പെൺകുട്ടികൾ അവരുടെ കുഴപ്പം കൊണ്ടാണ് ഇതിന് ഇരയായി എന്ന് വരുത്തി തീർക്കുന്നത്. അതിന് അവരുടെ മാതാപിതാക്കളെ കുറ്റം പറയും, അതുപോലെ അവർ പഠിക്കുന്ന കോളേജിൻ്റെ അധികൃതരെ കുറ്റം പറയും, അവിടുത്തെ ഹോസ്റ്റൽ വാർഡനെ കുറ്റപ്പെടുത്തും ഒക്കെ ചെയ്യും. പോലീസിന് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് മമതയുടെ ഭാഷ്യം. ഇനി ഒന്നേ ചെയ്യാനുള്ളൂ, അത് കേന്ദ്ര സർക്കാരാണ് ചെയ്യേണ്ടത്. എത്രയും പെട്ടെന്ന് മമതാ സർക്കാരിനെ ബംഗാളിൽ നിന്ന് പിരിച്ചുവിടണം, അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണം. മുമ്പൊരിക്കൽ നമ്മുടെ ബംഗാൾ ഗവർണർ CV ആനന്ദ് ബോസ് തന്നെ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തതാണ്. ഈ ബംഗാളിൽ സ്ഥിതിഗതികൾ വളരെ
രൂക്ഷമാണ്. അവിടെ ഒരു തരത്തിലും ക്രമസമാധാനം പാലിക്കപ്പെടുന്നില്ല. മമതയുടെ തൃണമൂൽ ഗുണ്ടകളുടെ തേർവാഴ്ചയാണ് ബംഗാളിൽ നടക്കുന്നത്. ഇനിയും ഇത് സഹിക്കാൻ കഴിയില്ല. രാജ്യസുരക്ഷ പോലും അപകടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളാണ് മമത നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശിൽ അതിർത്തിയിൽ വേലി കെട്ടാൻ ഉള്ള ഭൂമി പോലും നൽകുന്നില്ല. 10 തവണ കേന്ദ്ര സർക്കാർ റിമൈൻഡർ അയച്ചു പാർലമെൻറ്റിൽ നിന്ന്. എന്നിട്ടും മമത കുലുങ്ങുന്നില്ല, അനങ്ങുന്നില്ല. ഇതെല്ലാം വെച്ചുകൊണ്ട് CV ആനന്ദ് ബോസ്, അവിടുത്തെ ആദരണീയനായ ഗവർണർ, മലയാളി കൂടിയായ CV ആനന്ദ് ബോസ് വളരെ കൃത്യമായിട്ട് കേന്ദ്രത്തിന് റിപ്പോർട്ട് കൊടുത്തു. ഇപ്പോൾ പന്ത് കേന്ദ്രത്തിൻ്റെ കോർട്ടിലാണ്. ഗോളടിക്കേണ്ടത് കേന്ദ്രമാണ്. മമതയെ പിരിച്ചുവിടണം, 356 പ്രയോഗിക്കണം, അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണം എന്നുള്ളത് അവിടുത്തെ BJP-ക്കാരോ ഈ ഗവർണറോ മാത്രമല്ല ആവശ്യപ്പെടുന്നത്. അവിടുത്തെ ഇടതുപക്ഷം, അവിടുത്തെ CPM, അവിടുത്തെ കോൺഗ്രസ് ഒക്കെ ഇത് ആവശ്യപ്പെടുന്നുണ്ട്. കാരണം അവർക്കാർക്കും സ്വതന്ത്രമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ സാധിക്കുന്നില്ല. മമതയുടെ തൃണമൂൽ ഗുണ്ടകൾ അവരെ തലങ്ങും വിലങ്ങും ആക്രമിക്കുന്നു. ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഈ സാഹചര്യത്തിൽ മറ്റൊരു വഴിയുമില്ല. കേന്ദ്രഭരണം ബംഗാളിൽ ഏർപ്പെടുത്തണം, രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണം എന്നുള്ളതാണ് പൊതുവെ ഉയരുന്ന ആവശ്യം. എന്തായാലും പീഡനത്തിനിരയാകുന്ന പെൺകുട്ടികളോട് ഒരല്പം മമത കാണിക്കാൻ ഈ മമതാ ബാനർജി തയ്യാറാകണം എന്നാണ് പൊതുവെ എല്ലാവരും ആവശ്യപ്പെടുന്നത്.